2022 ഡിസംബർ 31 കണക്ക് പ്രകാരം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനമായത് പോലും നമ്മളാ ഒന്നാം സ്ഥാനത്ത്. വിട്ടുകൊടുക്കരുത്. അല്ല, നിങ്ങൾ കള്ളു കുടിക്കുക? വെരി ഗുഡ്. അല്ല 11 ഇനി കുടിക്കുക? ഇനിയും കുടിക്കൂല? എന്നാൽ എന്തായാലും ഓപ്പറേറ്റർ കുടിക്കൂ. കുടിക്കൂല? തങ്കപ്പെട്ട നാടാട്ടോ ഇത്. പക്ഷെ ഗവൺമെൻറ്റിൻ്റെ കണക്കെന്താണെന്നറിയോ? 2022 ഡിസംബർ 31 ഗവൺമെൻറ് പറയുന്നു കേരളത്തിൽ വിറ്റ മദ്യത്തെ ഇവിടുത്തെ ജനസംഖ്യ ഉണ്ടെങ്കിൽ അരിച്ച്, ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ജനിച്ച കുട്ടി മുതൽ മരിക്കാൻ പോകുന്ന ആൾ വരെ എല്ലാവരും വിടുമല്ലോ. അരിച്ചു നോക്കുമ്പോൾ ഒരാൾ കുടിച്ച മദ്യം കിട്ടി. ഒരാൾ കേരളത്തിലെ ഒരാളെത്ര കുടിക്കുന്നതെന്നറിയോ? 8.7 ലിറ്റർ. എത്ര? നമ്മൾ പഞ്ചാബിനെ തോപ്പിച്ച്. പഞ്ചാബിന് ഒന്നാം സ്ഥാനത്ത്. നിങ്ങളെ ശക്തമായ പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ ഒന്നാം സ്ഥാനത്ത്. വിട്ടുകൊടുക്കരുത്. ഞാൻ നിങ്ങളെ പക്ഷത്താണ്. നിങ്ങൾ കുടിക്കില്ല എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ശരിക്കും എത്ര കുടിക്കുന്ന ഗവൺമെൻറ് പറയുന്നത്? 8.7. നിങ്ങൾ കുടിക്കുന്നില്ലെങ്കിൽ 17.4 ലിറ്റർ ഉസ്താദ് കുടിക്കണം. നിങ്ങൾ കുടിക്കുന്നില്ലല്ലോ. നിങ്ങളും കുടിക്കുന്നില്ലെങ്കിൽ ഓപ്പറേറ്ററെ ഇഞ്ചി കുടിക്കണം 27 ലിറ്റർ. ഇനി കുടിക്കുന്നുണ്ടോ? ഇഞ്ചിയും കുടിക്കുന്നില്ലെങ്കിൽ അധ്യക്ഷൻ കുടിക്കണം. ബാക്കി അധ്യക്ഷനും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ആരാ കുടിക്കേണ്ടതല്ലോ? പണ്ടാരം ഞാൻ കുടിക്കണം? ആരോ കുടിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. 8.7 ലിറ്റർ ഇവിടുത്തെ ഓരോ പൗരനും കുടിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇന്ത്യ കുടിക്കുന്നു നോക്കണോ? നിങ്ങൾ കേരളം കുടിക്കുന്നു നോക്കണോ? നരിക്കുനി കുടിക്കുന്നു നോക്കണോ? നിങ്ങൾ എവിടെ കുടിക്കുന്നുണ്ടോ നോക്കണം. പറഞ്ഞോ? വീട്. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും കുടിക്കുന്നുണ്ടോ? ഇല്ല. ഒന്ന് ആലോചിക്ക്. വേഗം ആലോചിച്ചോളി. അങ്ങനെ ആലോചിക്ക്. വീട്ടിൽ ആരെല്ലാം കുടിക്കുന്നുണ്ടോ? ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോ? നോക്കിയാ? ആരെല്ലാം നിങ്ങൾ നോക്കിയേ? നിങ്ങൾ ആരെല്ലാം നോക്കിയേ? മൂപ്പർ ചോദിക്കണ്ട, മുന്നിലിരിക്കണ്ടേനും പണ്ടാരോ ഓൻ്റെ ഒടുക്കത്തെ ചോദ്യമോ അല്ലേ? ആരെല്ലാം നിങ്ങളിപ്പോൾ ആലോചിച്ചേ? ഉപ്പ, ഉപ്പാപ്പ, ഉമ്മാമ്മ, അങ്ങനെ മേലോട്ടല്ലേ പോയത്? ഓല നോക്കണ്ട. ഓരെല്ലാം എന്തും കൈവിട്ടെ. കേരളത്തിൻ്റെ സ്ഥിതി സുരക്ഷിതമല്ല എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്. 2022 ഡിസംബർ 31 ലഹരി വസ്തുവിൻ്റെ കണക്കുകൾ എടുത്തു നോക്കിയപ്പോൾ കേരളത്തിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ പ്രായം 12 വയസ്സ്. എത്ര? 12. ചങ്ങായി എനിക്ക് എത്ര വയസ്സാണ് പറഞ്ഞേ? ആയി. ഗവൺമെൻറ് പറയുന്നത് ഇനി എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഏതാ ഉപയോഗിക്കുന്നത്? ഓൻ കുടുങ്ങി. അതല്ലേ ലോനും ഉപയോഗിക്കണം. വരണ്ടേനു ഒരു സംഗമവും വേണ്ടേന്ന്. എങ്കിൽ ഇനി എന്തായാലും ഉപയോഗിക്കുന്നുണ്ട്. ഇനി ചോപ്പേ ഇനി ഏതാ ഇപ്പോൾ? ഒന്നും ഉപയോഗിക്കുന്നില്ല. ഗവൺമെൻറ്റാണ് പറഞ്ഞത്, ഞാനല്ല. ഇപ്പം ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചില്ലേ ഇങ്ങനെ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോയെന്ന്? ഈ കുട്ടികളെ രക്ഷകർത്താക്കളിവിടെ ഉണ്ടാ? ആ കുട്ടികൾക്ക് നിങ്ങൾക്ക് എന്നാ തോന്നിയത്? അല്ലെങ്കിൽ കുട്ടിയുടെ ഉസ്താദിനെന്നാ തോന്നിയത്? മഹല്ല് കമ്മിറ്റി സെക്രട്ടറിക്ക് എന്നാ തോന്നിയത്? ഞാൻ അവനോട് ചോദിച്ചപ്പോൾ നിങ്ങളെ മനസ്സിൽ തോന്നിയ സാധനം ഞാനങ്ങ് വരട്ടെ. ഇനി സ്റ്റേജിൽ വന്ന് മയക്ക് കിട്ടുമ്പോൾ അപ്പാട് ചോദിക്കുക, ഇനി കണ്ടിക്ക കുടിക്കുന്നു? ഇനി കാണാത്ത സാധനങ്ങൾ ഇനി സ്റ്റേജിൽ വന്ന് ഇറങ്ങടാ, എൻ്റെ കാലം കഴിഞ്ഞ് ഞാൻ ഓടിച്ചു തരാം. എനിക്ക് പറഞ്ഞുതരാം. ഓൻ്റെ കുടുംബം, ഓൻ്റെ പാരമ്പര്യം, ഓൻ്റെ കല്യാണം, ഓൻ്റെ പങ്ങളെ കല്യാണം അടക്കം മുടങ്ങുന്ന സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് നിന്ന്. ശരിയല്ലേ? തെറ്റിപ്പോയി നിങ്ങൾക്ക്. അതെല്ലാം പണ്ട്. കേരളത്തിൽ ഇന്നത്തെ സ്ഥിതി പ്രകാരം 12 വയസ്സുള്ള കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ വീട്ടിൽ അച്ചാച്ചനും ഉമ്മമ്മേനും ഉപ്പാപ്പനും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ആരെ നോക്കണം? ചെറിയ കുട്ടികൾ ഈ സാധനത്തിൻ്റെ ലോകത്തേക്ക് കയറിപ്പോകുന്നുണ്ടോ നിങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങൾ പറയും ഇനി എന്ത് വർത്താനം പറയുന്നത്? ഈ ചെറിയ കുട്ടികളെല്ലാം കുടിക്കുന്ന ഇനി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. നിങ്ങൾ എന്നോട് ചോദിക്കൂല്ലേ? നിങ്ങളെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം ഉയർന്നിട്ടില്ലേ? കഴിഞ്ഞ 1-ാം തീയതി കട്ടിപ്പാറയുള്ള റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 കുട്ടികളാണ് മദ്യത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി അവിടെ സ്വന്തം ചികിത്സയ്ക്ക് വേണ്ടി വന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? ഞാൻ കണ്ടിട്ടുണ്ട്. കുറ്റ്യാടി ടൗണിലൂടെ 13 വയസ്സുകാരി പെൺകുട്ടിയാണ് ഉടുതുണിയില്ലാതെ ലഹരി തേടിയുള്ള പറക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? ഞാൻ കണ്ടിട്ടുണ്ട്. സാറിൻ്റെ ലിമിറ്റിൽ കുന്നമംഗലത്ത് 8 വയസ്സുകാരി പെൺകുട്ടി ഫാനിൻ്റെ മേലെ കെട്ടിത്തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. ഫാനിൻ്റെ ഉറപ്പുകൊണ്ട് പൊരിഞ്ഞ് താഴെ വീണ് മെഡിക്കൽ കോളേജിൽ കടത്തിയപ്പോൾ പോലീസ് ചോദിച്ചു, എന്തിനാണ് മോളെ നീ മരിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞ മറുപടി എന്താ? എനിക്ക് ലഹരി ഉപയോഗിച്ച് വല്ലാത്തൊരു ഉന്മാദാവസ്ഥയില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എനിക്ക് ജീവിക്കാൻ കൊതിയില്ല, മരിക്കണം എനിക്ക്. അങ്ങനെ 8-ാം ക്ലാസ്സിലെ കുട്ടി ലഹരിക്ക് അടിമപ്പെട്ട് മരിക്കാൻ ശ്രമിച്ച നാടാണ് നമ്മളെ നാട്. മെഡിക്കൽ കോളേജിലെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പറഞ്ഞു, MDMA ആദ്യത്തെ ഈ കടത്ത് നടത്തിയത് ഞാനാണ്. എനിക്ക് സമൂഹത്തോട് പറയണം.
ഭ്രാന്താശുപത്രിയിൽ ചികിത്സ തേടിക്കഴിഞ്ഞു വന്ന പെൺകുട്ടി ഈ സമൂഹത്തോട് പറഞ്ഞതാ. നിങ്ങൾ ആരെങ്കിലും കേട്ടോ അത്? 8ാം ക്ലാസ്സിലെ പെൺകുട്ടിയാണ് പറഞ്ഞത്, കോഴിക്കോട് ജില്ലയിലെ MDMA ഏജൻറ്റ് ഞാനായിരുന്നു എന്ന്. ആ കുട്ടിയോട് ചോദിച്ചു, എങ്ങനെയാണ് നീ ഈ വേണ്ട ആളുകളെ എനിക്ക് മനസ്സിലായത് എന്ന് ചോദിച്ചപ്പോൾ, ഏട്ടന്മാർ തരുമോ നമ്മളെ കയ്യിൽ, ഞാൻ കൊണ്ടുകൊടുക്കും. ആർക്കാണ് കൊണ്ടുകൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ പീഡിയൻ്റെ വേക്കിൽ ആടിയും പിടിയ ലീറ്റുകൾ നിന്നിട്ടുണ്ടാവും. എങ്ങനെ മനസ്സിലാകുമെന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങൾക്ക് ചില സിഗ്നലുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ബാപ്പയും ഉമ്മയും ഉപ്പയും എല്ലാവരും കേട്ടോളി, സിഗ്നൽ ഉണ്ട് എന്ന്. എന്താ സിഗ്നൽ എന്നറിയോ? ഈ കുട്ടികൾക്ക് ഓരോരോ പ്രത്യേകത ഉണ്ടാവില്ല. കൈതച്ചക്കേൻ്റെ മുടി പോലത്തെ മുടി, ഇങ്ങനത്തെ താടി, ഒരു കാതിൽ കമ്മൽ, കാലിലും കയ്യിലും ആടിയും പിടി ടാറ്റൂസ്, ഇങ്ങനെ പച്ച ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിത്രം വരച്ചേക്കുന്നത്, ഒരു കാലും ചരട്, കീറിപ്പറിച്ച പെയിൻറ്റ്, ഓരോ സ്ഥലത്തേക്കുമ്പോൾ ഓരോ ദിവസം കീറ്. ഇന്ന് MDMA കിട്ടണേ മുട്ടിന് കീറ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മുട്ടിന് കീറിട്ടിട്ട് വരണം. ഇതൊക്കെ കണ്ടിട്ടാണ് എൻ്റെ മോൻ പറഞ്ഞത്, അച്ഛനക്ക് മുടി ഇങ്ങനെ ആക്കണം. ഞാൻ ഇങ്ങോട്ട് വരി, പറഞ്ഞ മനസ്സിലായി? ഞാൻ പറഞ്ഞിടത്ത് എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? പിന്നെ കൈയിൻ്റെ ഇവിടെ ലവിൻ്റെ ചിഹ്നം, ഇന്ന് പച്ച നാളെ ചുവപ്പ് മറ്റന്നാ മഞ്ഞ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ 6ാം ക്ലാസ്സിലെ മോളെ കൈമ്മൽ ലവ്. ഞാൻ വെച്ച് പടച്ചോനെ MDMA. ഞാൻ ചോദിച്ചു ചേർന്ന് കിട്ടി എനിക്ക് ലവ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതെല്ലാവരും ആക്കുന്ന അച്ഛാ, ഞാനും അങ്ങ് ആക്കി. ഞാൻ ഇങ്ങോട്ട് വരിഞ്ഞ് ഇത് ഇതിൻ്റെ സിഗ്നലാന്ന് പറഞ്ഞു. എൻ്റെ പടച്ചോനെ മയക്കുന്നതും കൈ മുറിച്ച് കളയുന്നതും ഞാൻ കണ്ടതാ. അപ്പോൾ കുട്ടിക്ക് നല്ല പേടിയുണ്ട്. പക്ഷെ ആ പേടിയില്ലാതെ കുട്ടീനെ ഇങ്ങനെ അതുപോലെ തന്നെയാണ് നിങ്ങൾ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്നതിന് ഒരു കാരണം ഈ അമിതമായ സ്വാതന്ത്ര്യമാണ്. കുട്ടി സ്കൂളിൽ പോകേണ്ട നടന്നിട്ടാന്നുള്ള അഭിപ്രായം എനിക്ക്. അങ്ങനെ നടന്നാൽ എന്താ ഗുണമെന്നറിയോ? കുട്ടിയുടെ റേഞ്ച് ഒരു 1.5 കിലോമീറ്ററിൽ നിൽക്കും. സ്കൂൾ 4 മണിക്ക് വീട്ടിൽ വിട്ടാൽ 5 മണിയാകുമ്പോൾ വീട്ടിലെത്തണമെന്ന് സ്റ്റാഡിയമുള്ള വീട്ടിലെ കുട്ടിക്ക് എത്ര കിലോമീറ്റർ നടക്കാൻ പറ്റും? 1.5 3 കിലോമീറ്റർ അല്ലേ? സൈക്കിളാണെങ്കിലോ ഒരു 8 കിലോമീറ്റർ ചുറ്റളവിൽ അതിൻ്റെ റേഞ്ച് ഉണ്ടാവും. ഒരു 6 കിലോമീറ്റർ എന്തായാലും കൂട്ടിക്കോ. ബൈക്കാണെങ്കിലോ 35 കിലോമീറ്റർ റേഞ്ച് ഉണ്ടാവും. ഒരു 10ാം ക്ലാസ്സിലെ ചെക്കൻ എന്തിനാ ബൈക്ക്? ഈ കേരളത്തിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു, 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് ബൈക്ക് കൊടുത്തിട്ട് അവന് 2 മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. പിന്നെ എന്തിനാണ് മക്കൾക്ക് ബൈക്ക് കൊടുക്കുന്നത് നിങ്ങൾ? കുട്ടി നടന്നു വളരട്ടെ, കുട്ടി സൈക്കിൾ ഓടിക്കട്ടെ, കുട്ടിക്ക് നിയമത്തിനനുസരിച്ച് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്ക്. ആ കുട്ടിയെ കള്ളനാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിയമത്തിനെതിരായി പ്രവർത്തിക്കുന്നവൻ കള്ളനാണ്. 18 വയസ്സിന് താഴെ ബൈക്ക് ഓടിക്കുക എന്ന് പറയുന്നത് കള്ളനാണ്. പക്ഷെ ആ കുട്ടികളെ കള്ളനെന്ന് വിളിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? 18 വയസ്സിന് താഴെയുള്ള അന്തം വിട്ട ബോധമായിട്ടേക്ക് ആ കുട്ടികളെ കള്ളാന്ന് വിളിക്കാൻ പറ്റൂല. കള്ളാന്ന് വിളിക്കേണ്ടത് മറ്റു തന്നെയാണ്. ആരാ? അത് ശരി, എല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ കുട്ടികളെ നിങ്ങൾ ബൈക്ക് മറ്റവൻ ഓടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണം ഒരു കള്ളൻ അതാ പോകുന്നത്, അവൻ്റെ മറ്റവനും കള്ളനാണ്, ഞാൻ കള്ളനാവില്ല എന്നുള്ള നട്ടൽ നിങ്ങൾക്ക് വേണം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ലഹരി വസ്തു കടത്താൻ സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ബൈക്കും മൊബൈൽ ഫോണും ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ മക്കൾ ഈ ലോകത്തേക്ക് നശിക്കാതിരിക്കാൻ നട്ടല് നിവർത്തി ജീവിക്കാൻ കൊതിക്കുന്ന രക്ഷകർത്താവ് ആദ്യം വേണം. കുട്ടിയുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന രക്ഷകർത്താവല്ല വേണ്ടത്. അപ്പം മനസ്സിലായില്ലേ? അപ്പം നമുക്ക് എന്ത് വേണം? നമുക്ക് കുറച്ച് വിഷമമല്ലേ ഉണ്ടാവും. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വടകരയുള്ള ഒരു കുട്ടിക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാത്തതിന് ആ കുട്ടി തൂങ്ങി മരിച്ചത്. 9ാം ക്ലാസ്സിലെ കുട്ടി. ഞാൻ മരിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞതെന്നറിയോ? 18 വയസ്സായിട്ട് പണിക്ക് പോയിട്ട് വാങ്ങണടാ, അല്ലാണ്ട് എൻ്റെ മൊബൈൽ എടുത്ത് അച്ഛൻ 2 ചീത്ത അതിനു. എനിക്ക് നോക്കുമ്പോൾ എനിക്കിപ്പോൾ ഞാൻ വളരെ സന്തോഷമാണ് ജീവിക്കുന്നത്. എന്താണെന്ന് അറിയാം, അച്ഛൻ്റെ ഭർത്താനാണ്. അതിനെ ഞാൻ എൻ്റെ ചക്കനോട് പറഞ്ഞേ, അവനോട് പറഞ്ഞു എനിക്ക് ബൈക്ക് വേണമെങ്കിൽ 18 വയസ്സായിട്ട് ലൈസൻസ് എടുത്തിട്ട് ഇനി പണിക്ക് പോയിട്ട് വേണം ബൈക്ക് വാങ്ങാൻ. അവൻ ചോദിച്ചാൽ അച്ഛൻ്റെ ബൈക്ക് ആർക്കാ? ഞാൻ എൻ്റെ ബൈക്ക് എനിക്ക്, അല്ലാണ്ട് അത് എനിക്ക് തരുവേനാ. ഞാൻ പോകുമ്പോൾ ഇന്ന വേണേൽ ബൈക്ക് കാറ്റു, അതിലൂടെ പോകുന്നുണ്ടെങ്കിൽ എനിക്കായിട്ട് അങ്ങോട്ട് വരുമില്ല ഞാൻ. അവൻ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ കട്ടൊക്കെ നിൽക്കണം നമ്മൾ. അതുകൊണ്ട് തന്നെ ചെക്കൻ ഇപ്പോൾ ഇല്ല. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങേ സൈഡിൽ വലത്തേ സൈഡിൽ വീടിൻ്റെ ഒരു സ്ഥലം കണ്ടെങ്കിൽ ആടെ ഇനി തറ കെട്ടണം, പണിക്ക് പോയിട്ട് തറ കെട്ടണം, എന്നിട്ട് വേണം കല്യാണം കഴിച്ചിട്ട് ഒരുത്തിനെ കൊണ്ടുവരുവേ. അല്ലാണ്ട് എൻ്റെ വീട്ടിലല്ല ഇനി കൊണ്ടുവരേണ്ടത്. ഇനി ആ സൈഡിൽ ഇനി റൂം എടുത്തിട്ട് ഇനി വേണ്ട. ഇവനില്ലേ കഴിഞ്ഞ സെന്നോട് ആയച്ചാ പാട്ട്. ഞാൻ ചോദിച്ചു ചാന്തിനാടാ? എനിക്ക് ബൈക്ക് ബുള്ളറ്റും വേണം, എനിക്ക് മൊബൈലും വേണം. ഇങ്ങനെ ഓനിങ്ങനെ എന്തെല്ലാം മുട്ടുന്നു പാട്ടാവാൻ. കാരണം എന്താ? ചൊട്ടയിലെ ശീലം. അപ്പോൾ 18 വയസ്സായാലും പോലും മൊബൈൽ ഫോൺ സ്വന്തമായ. അതുവരെ ഓൻ ചോദിച്ചു അച്ഛാ 18 വയസ്സ് വരെ എനിക്ക് ഫോൺ വേണ്ടേ? ഞാൻ ഫോൺ എടുക്കണം. അച്ഛൻ്റെ ഫോൺ ഇവിടെ ഉണ്ട്, അതെടുക്കാമല്ലോ എനിക്ക്. അമ്മേൻ്റെ ഫോൺ ആടെ ഇല്ല, എനിക്ക് എടുത്തൂടെ? അമ്മമ്മേൻ്റെ അച്ഛമ്മേൻ്റെ ഫോണില്ല, എനിക്ക് എടുത്തൂടെ? ഫോണ് ശരിയാണ്. ഇപ്പോൾ 18 ഇല്ല അച്ഛാ. ഇനിയും തൂങ്ങി വരിക്കുമോ? ഞാൻ ഫോൺ കൊടുത്തില്ലെങ്കിൽ തൂങ്ങി വരിക്കുമോ?
കാരണം അവൻ്റെ മനസ്സിൽ എന്തുണ്ട് പറഞ്ഞോ 18 വയസ്സ് കഴിഞ്ഞിട്ട് പണിക്ക് പോയിട്ട് വാങ്ങണം മൊബൈൽ ഫോൺ, അച്ഛൻ്റെ പൈസയും കണ്ട് തുള്ളരുത്. അങ്ങനെയാണ് കോടീശ്വരന്മാർ. നമ്മൾ പാവപ്പെട്ടവനാണെങ്കിൽ കോടീശ്വരന്മാർ മക്കളെ പോറ്റുന്ന അങ്ങനെയാണ്. ഞങ്ങൾ കോഴിക്കോട് കണ്ടില്ലേ, ആ ലണ്ടനിലെ ഏറ്റവും കോടീശ്വരൻ്റെ മോനെയാണ് ആ ഹോട്ടലിലെ മേശ തുടക്കാൻ വിട്ടത്. എന്നിട്ട് വേണം പോലും വളർന്നു വരാൻ. അതുകൊണ്ട് നമ്മളായിട്ടൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കേഷും വേറൊരുത്തനെ ഏൽപ്പിക്കൂ, കുശിനിയും വേറൊരുത്തനെ, എന്നിട്ട് നമ്മൾ രണ്ടാൾ നമ്മളെ നോക്കുക. അതോടുകൂടി ഹോട്ടൽ എപ്പം പൂട്ടിപ്പോയി നോക്കിയാൽ മതി.